മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പൈനാപ്പിൾ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കയ്യിൽ പൈനാപ്പിൾ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുക ഒന്നെങ്കിൽ ജ്യൂസ് അടിക്കും, അതല്ലെങ്കിൽ ഉപ്പിലിട്ടിട്ട് കഴിക്കില്ലേ. ഇതുവരെ ഫ്രൈ ചെയ്ത് കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ആദ്യം പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്, മുക്കി പൊരിക്കുന്ന രീതിയിലല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി. അപ്പോൾ അതാ ഒരു ഭാഗം അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. 2 ഭാഗം അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.